സംസാരിക്കാതെ കാര്യങ്ങൾ ആംഗ്യങ്ങളിലൂടെ മാത്രം മനസ്സിലാക്കി തരുന്ന കുട്ടികളെ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുക എന്നുള്ളത് ഒരു പാരന്റ് ചോദിച്ചിട്ടുള്ള ഒരു കമന്റ് ആണ്. ഞാൻ ഇട്ടൊരു വീഡിയോക്ക് താഴെ വന്നിട്ടുള്ള ഒരു കമന്റ് ആണ്. അപ്പൊ ഇന്ന് അതിനെ പറ്റിയിട്ടാണ് പറയാൻ പോകുന്നത്. ഇങ്ങനെ ചെയ്യുന്ന കുട്ടികൾ ഒരു റെഡ് അലേർട്ട് ആണ് നിങ്ങൾക്ക് തരുന്നത്. അതായത് അവരുടെ കൂടെ നമ്മൾ കൂടുതൽ സമയം ചെലവഴിക്കണമെന്നും അവർക്ക് കൊടുക്കുന്ന സ്പീച്ച് സ്റ്റിമുലേഷൻ കുറച്ചുകൂടെ കൂടുതൽ ചെയ്യാനുണ്ട് എന്നുള്ളതും നിങ്ങളെ അറിയിക്കുന്ന ഒരു സിമ്പിൾ ആയിട്ട് നിങ്ങൾ അതിനെ കണക്കാക്കണം. കാരണം നമ്മളും ആംഗ്യങ്ങൾ ഉപയോഗിച്ചിട്ടാണ് സംസാരിക്കുക. പക്ഷെ സംസാരം ഇല്ലാതെ കൂടുതലും ആംഗ്യങ്ങളിലൂടെ മാത്രം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ തുടങ്ങുമ്പോഴാണ് അതൊരു പ്രോബ്ലം ആയിട്ട് മാറുന്നത്, അല്ലേ? അപ്പൊ ഇങ്ങനെ ആംഗ്യങ്ങൾ കാണിച്ചു തുടങ്ങുമ്പോൾ നമ്മൾ അതിന് കൂടുതൽ കാര്യങ്ങളൊക്കെ അവർക്ക് ചോദിക്കാതെ തന്നെ ചെയ്തു കൊടുക്കുകയും ചെയ്യുമ്പോൾ അത് അതേപടി കണ്ടിന്യൂ ചെയ്ത് പോവുകയുള്ളൂ. കുട്ടികളുടെ ഭാഗത്തുനിന്ന് ഒരു ശ്രമം നടക്കുകയില്ല, അവർ സംസാരിക്കാനായിട്ട് ഒരു ശ്രമം നടക്കുന്നില്ല. കാരണം അവരുടെ ആവശ്യങ്ങളെല്ലാം അല്ലാതെ തന്നെ നമ്മൾ ആംഗ്യങ്ങളിലൂടെ അവർ കാണിക്കുമ്പോൾ തന്നെ നമ്മളെല്ലാം ചെയ്തു കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ പാരന്റ്സും ശ്രദ്ധിക്കുക, തുടക്കം മുതൽ തന്നെ അവർക്ക് അതിന് എന്തെങ്കിലും റെസ്പോൺസീവ് ആയിട്ടുള്ള ഒരു ഔട്ട്പുട്ട് കൊണ്ടുവരാനായിട്ട് തുടക്കത്തിലേ ശ്രമിക്കുക. കാരണം ആദ്യം മുതലേ നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്ത് പോയി കഴിഞ്ഞാൽ പിന്നീട് അത് മാറ്റിയെടുക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടേണ്ടി വരും, കൂടുതൽ സമയം എടുക്കേണ്ടി വരും. അതുകൊണ്ട് ഇങ്ങനെ ആംഗ്യങ്ങൾ കാണിച്ചു തുടങ്ങുമ്പോൾ തന്നെ നിങ്ങൾ ആദ്യം ചെയ്യാനുള്ളത് അവരെ കൊണ്ട് എന്തെങ്കിലും ഒരു ഔട്ട്പുട്ട് ഉണ്ടാക്കിയെടുക്കാനാണ്. എന്തെങ്കിലും ഒരു ശബ്ദം അല്ലെങ്കിൽ എന്തെങ്കിലും അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു വാക്ക് അവരിൽ നിന്നും ഉണ്ടാക്കിയെടുക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. അപ്പൊ അതിനായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന പ്രധാനപ്പെട്ട കുറച്ച് ടെക്നിക്സ് ആണ് ഞാൻ പറയുന്നത്. ഒന്ന് മോഡലിംഗ്, രണ്ട് ഇമിറ്റേഷൻ, സെൽഫ് ടോക്ക്, പാരലൽ ടോക്ക്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് വീട്ടിൽ ചെയ്തിട്ട് ഈ പറയുന്ന കാര്യങ്ങളിലൂടെ കുറച്ചൊന്ന് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുട്ടികൾ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ട് പറ്റും. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ മോഡൽ ചെയ്ത് കാണിക്കുക എന്നുള്ളതാണ്. കുഞ്ഞൊരു ആംഗ്യം കാണിച്ചു കഴിഞ്ഞാൽ ആ സമയത്ത് എങ്ങനെയാണ് സന്ദർഭോചിതമായിട്ട് ആ സമയത്ത് എന്തൊക്കെ നമുക്ക് പറയാം എന്നുള്ളത് നമ്മൾ നന്നായിട്ട് മോഡൽ ചെയ്ത് കാണിക്കാം. ഇനി പാരന്റ്സ് അമ്മയോ അച്ഛനോ മോഡൽ ചെയ്ത് കാണിക്കാം, ഇല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ സിബ്ലിങ്സ് ഉണ്ടെങ്കിൽ അവരെ കൊണ്ട് മോഡൽ ചെയ്ത് കാണിക്കാം. അപ്പൊ അത് ചെയ്യുന്നത് കണ്ടിട്ട് അല്ലെങ്കിൽ ആ കുഞ്ഞ് അല്ലെങ്കിൽ വേറൊരാള് പറയുന്നത് കേട്ടിട്ട് സ്വന്തമായിട്ട് പറയാനുള്ള ഒരു ടെൻഡൻസി കുഞ്ഞുങ്ങൾക്ക് വരാറുണ്ട്. അതാണ് ഇമിറ്റേഷൻ. നമ്മൾ കാണിച്ചു കൊടുക്കുന്ന കാര്യങ്ങൾ അതുപോലെ അവരതിന് ശ്രമം നടത്തി അവർ ചെയ്യുന്ന റെസ്പോൺസ് ആണ് നമുക്ക് കിട്ടുന്ന ഇമിറ്റേഷൻ. അതേപോലെ തന്നെ പാരലൽ ടോക്കും സെൽഫ് ടോക്കും ഇത്തരം കുട്ടികളിൽ വളരെ ഇഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ടെക്നിക്കാണ്. അപ്പൊ ഇത്തരം ടെക്നിക്സ് എല്ലാം നമുക്ക് കുഞ്ഞുങ്ങളിൽ നിന്നും സംസാരം ഉണ്ടാക്കിയെടുക്കാനായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്ന ടെക്നിക്സ് ആണ്.